അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ പലപ്പോഴും നാം അശ്രദ്ധയോടുകൂടെ കാണുന്ന ഒരു വിഷയമാണ് ബാങ്ക് എന്നുള്ളത്. അതേ സമയത്ത് ഇസ്ലാമിൽ വലിയ സ്ഥാനവും വലിയ ഗൗരവവും നൽകിയ ഒരു വിഷയം കൂടിയാണ് ബാങ്ക് എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, നാം എല്ലാ ദിവസവും 5 നേരം ബാങ്കുണ്ടല്ലോ. ഈ 5 നേരമുള്ള ബാങ്ക് നാം എത്രമാത്രം അതിനെ നാം ശ്രദ്ധിച്ചു കേട്ടു, എത്രമാത്രം അതിന് നാം ബഹുമാനം നൽകി, എത്രമാത്രം അതിന് നമ്മൾ മറുപടി നൽകി എന്ന് നാം നമ്മളോട് തന്നെ ചിന്തിക്കും. നമുക്ക് മനസ്സിലാകും ഞാൻ വലിയൊരു ബഹുമാനമൊന്നും ബാങ്കിന് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അത് വലിയൊരു മോശമായ, വളരെ ദുഃഖകരമായ ഒരു വിഷയമാണ്. ഒരു ബാങ്ക് കൊടുക്കുന്നവന് തന്നെ എത്ര വലിയ പ്രതിഫലമാണ് ഹദീസുകളിലൊക്കെ കാണുന്നത്. മുത്തനബി പറയുന്നത് കാണാം, അൽ മുഅദ്ദിനൂന അത്വലുന്നാസി അഅനാക യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ ഒരു വിഭാഗം ആൾക്കാർ ഒരു പ്രത്യേകമായ അടയാളത്തോടു കൂടെ അവരുടെ പരടികളൊക്കെ നീലമായിട്ട് ഒരു പ്രത്യേകം ഒരു വിഭാഗം അവരെ പ്രത്യേകമായി ആഖിറത്തിൽ പരിഗണിക്കുകയും അവരെ സ്വീകരിക്കുകയും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു കൂട്ടമുണ്ട്. ആരാണ്? അൽ മുഅദ്ദിനൂന, ബാങ്ക് കൊടുക്കുന്നവരാണ്. അവർക്ക് എത്രമാത്രം ശ്രേഷ്ഠം ഖിയാമത്ത് നാളിലുണ്ട് എന്ന് മുത്തനബി പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും നമുക്ക് ബാങ്ക് കൊടുക്കുന്നവരോട് ഒരു ചെറിയൊരു നിസ്സാരതയാണ്. ഒരിക്കലും നാം അങ്ങനെ കാണരുത്, അങ്ങനെ ചിന്തിക്കരുത്. അവരെ വലിയ ബഹുമാനിക്കുന്നവരാകണം. അതേ സമയത്ത് നമുക്ക് ബാങ്ക് കൊടുക്കാൻ അറിയുന്നുണ്ടെങ്കിൽ, സാധിക്കുന്നുണ്ടെങ്കിൽ, അവസരം കിട്ടിയാൽ ബാങ്ക് കൊടുക്കാനും നാം തയ്യാറാകണം. അതും വലിയ പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ പലപ്പോഴും അതിന് ബഹുമാനമുണ്ട്, അതിന് പ്രതിഫലമുണ്ട്. അവസരം കിട്ടിയാൽ അതും നാം ആ അമല്, ആ പ്രതിഫലം കിട്ടാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നവരാകണം. അതോടുകൂടെ ബാങ്ക് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ അതിനെ കേൾക്കുന്നവനാകണം. ഏത് തിരക്കിലാണെങ്കിലും, ഏത് ജോലി ചെയ്യുന്നവനാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, ഒന്നതിനു വേണ്ടി മറുപടി നൽകുക എന്ന് പറയുന്നത് വലിയ മഹത്വമുള്ളതാണ്. ആ മറുപടി പറയുന്ന മറുപടിയുടെ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ശരിക്ക് ചിന്തിച്ച് പറയുമ്പോൾ, ഒരു ദിവസം 5 നേരം നാം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും നാം ഒരിക്കലും തെറ്റൂല. അല്ലാഹുവിനെ അല്ലാത്തൊരു ചിന്ത നമ്മുടെ കൽബിൽ പിന്നെ വരൂല. അല്ലാഹുവിനെ ഓർമ്മപ്പെടുത്താനാണ് ഈ ബാങ്ക് എന്നുള്ളത്. അപ്പം അത് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദുനിയാവിൻ്റെ ചിന്തയിലായി നമ്മൾ ജീവിക്കുമ്പോൾ പെട്ടെന്ന് അല്ലാഹുവിൻ്റെ ഒരു ചിന്ത വരാൻ വേണ്ടിയാണ് ബാങ്ക് നമ്മുടെ മുമ്പിലുള്ളത്. ശ്രദ്ധയോടുകൂടെ അത് കേൾക്കുന്നവരും അതിന് മറുപടി പറയുന്നവരും ആകണം. അതോടുകൂടെ ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ അത് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടലാണ്. ഇനി നമ്മൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധയോടുകൂടെ നാം ചെയ്യുന്നുണ്ടോ എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം. ഒരു ഹദീസിൽ മുത്തനബി പറയുന്നത് കാണാം, ഒരാൾ ബാങ്കിൻ്റെ ശേഷമുള്ള ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ എന്നുള്ള ആ ദുആ ഒരാൾ ചൊല്ലുകയാണെങ്കിൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് അവന് കിട്ടുമെന്ന് മുത്തനബി പറയുന്നു. അപ്പോൾ ബാങ്കിൻ്റെ ശേഷമുള്ള ദുആയിനുള്ള പ്രതിഫലം മുത്തനബിയുടെ ശഫാഅത്താണ് ഖിയാമത്ത് നാളിൽ എന്ന് പറയുമ്പോൾ എത്രമാത്രം അതിന് മഹത്വമുണ്ട് എന്ന് നാം കാണണം. എന്തേ മുത്തനബിയുടെ ശഫാഅത്ത് അതിന് ആ ഇബാദത്തിന് കിട്ടാനുള്ള കാരണം? ആ ദുആ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ആ ദുആയിൽ പലപ്പോഴും നാം മുത്തുനബിക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നത്. മുത്തുനബിക്ക് വസീലത്തെന്ന, ഫളീലത്തെന്ന, മഖാമ മഹ്മൂദ് എന്ന ആ വലിയ സ്ഥാനങ്ങളൊക്കെ നീ കൊടുക്കണേ റബ്ബേ എന്ന് റബ്ബിനോട് നാം ചോദിക്കുകയാണ്. നമ്മുടെ ചോദ്യം കേട്ട് റബ്ബ് കൊടുക്കുക എന്നല്ല. അങ്ങനെ ദുആ അതിലൂടെ നമുക്കുണ്ടാകുന്ന വലിയ നേട്ടം, മുത്തുനബിയുമായി ഒരു വലിയൊരു ബന്ധം അതിലൂടെ നമുക്കുണ്ടാവുകയാണ്. ചിന്തിച്ചു നോക്ക്, മുത്തുനബിക്ക് വേണ്ടി, മുത്തുനബിയുടെ ആഖിറത്തിൽ കിട്ടാവുന്ന ആ വലിയ ദറജയ്ക്ക് വേണ്ടി, ആ വലിയ സ്ഥാനത്തിന് വേണ്ടി ഒരു മുഅ്മിൻ 5 നേരം വളരെ ഗൗരവത്തോടു കൂടെ ദ്വാരക്കുമ്പോൾ ഇതൊക്കെ മുത്തുനബി കാണൂലേ? മുത്തുനബി പിന്നെ നമ്മെ വിടുമോ? നമ്മെ മുത്തുനബി കൈവിടുമോ? ആഖിറത്തിൽ മുത്തുനബി നമുക്ക് ശഫാഅത്ത് നൽകാതിരിക്കുമോ? ഇതാണ്
ഈ ദുആ ഒരാളെ ശ്രദ്ധയോടുകൂടെ ചൊല്ലിയാൽ അവനിക്ക് എൻ്റെ ശഫാഅത്ത് കിട്ടുമെന്ന് മുത്തുനബി പറഞ്ഞതിൻ്റെ താല്പര്യമെന്ന് ഗൗരവത്തോടു കൂടെ കാണണം. മൊത്തത്തിൽ പറഞ്ഞാൽ ബാങ്ക് എന്നുള്ളത് ഇസ്ലാമിൽ അത് വലിയൊരു വിഷയമാണ്, വലിയ ഗൗരവം നൽകിയതാണ്. അതേ അല്ലാഹുവിനെ മനസ്സിലാക്കാനും അല്ലാഹുവിൻ്റെ വഹ്ദാനിയത്ത് ഇവിടെ ലോകത്ത് അറിയിക്കാനും അങ്ങനെ ഒരു അടയാളമായിട്ട് അല്ലാഹു വെച്ചതാണ് ബാങ്ക് എന്നുള്ളത്. അതിനെ വളരെ ഗൗരവത്തോടു കൂടെ നാം കാണുന്നവരും ബഹുമാനിക്കുന്നവരും, അതേ ബാങ്ക് കൊടുക്കുന്നവരെ ബഹുമാനിക്കുന്നവരും, അവസരം കിട്ടിയാൽ ബാങ്ക് കൊടുക്കേണ്ടവരും, അതേ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് മറുപടി നൽകുന്നവരും, അതേ ബാങ്കിൻ്റെ ശേഷം ദുആക്ക് വളരെ ഗൗരവത്തോടു കൂടെ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നവരും ആകണം. അതാണ് ബാങ്കിനോടുള്ള ബഹുമാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.